If you do it, you can never take it back. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബൂണിന്റെ മൃതദേഹവുമായിരിക്കുന്ന ഷനോണിന്റെ അരികിൽ വന്നിരുന്ന് നിനക്കായി ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് സയ്യിദ്. കാല് മുറിക്കാൻ ഇവൻ ജാക്കിനെ അനുവദിച്ചില്ല എന്ന് സൺ പറഞ്ഞു. ആന്റിബയോട്ടിക് ഉപയോഗിക്കാനും ഇവൻ തയ്യാറല്ലായിരുന്നു. സംഭവിക്കുന്നത് എന്താണെന്ന് ഇവന് നല്ലതുപോലെ അറിയാമായിരുന്നു. ഇവൻ ഒരു ധീരനായിരുന്നു എന്ന് പറഞ്ഞ് ബൂണിന്റെ തലമുടിയിൽ തലോടിയിരിക്കുന്ന ഷനോണിനെ നോക്കിയിരിക്കുന്ന സയ്യിദ് അയാളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ലണ്ടൻ വിമാനത്താവളത്തിന് പുറത്തേക്ക് കൈകൾ പിന്നിലേക്കാക്കി വിലങ്ങണിയിച്ച് 2 പോലീസുകാരുടെ അകമ്പടിയോടെ ഒരു ഇൻട്രോഗേഷൻ റൂമിലേക്ക് കൊണ്ടുവരികയാണ് സയ്യിദിനെ. അവിടെ സെൻട്രൽ ഇന്റലിജൻസിൽ നിന്നുള്ള മെലീസ കോൾ എന്ന സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അവർ സയ്യിദിൽ നിന്ന് ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. ഓസ്ട്രേലിയയിലെ മെൽബണിന് അടുത്തുള്ള ആർമി ക്യാമ്പിൽ നിന്ന് 300 പൗണ്ടോളം C4 സ്ഫോടക വസ്തുക്കൾ മോഷണം പോയെന്നും അത് ഇറാഖിലെ സഖ്യസാന്നിധ്യം തടസ്സപ്പെടുത്താനുള്ള ഇറാഖ് തീവ്രവാദ സംഘടനയിൽ നിന്നുള്ള അംഗങ്ങളാണ് ചെയ്തതെന്നും അവർ കൈക്കലാക്കിയ 300 പൗണ്ട് C4 തിരികെ കിട്ടണമെന്നും അതിലൊരു ഓഫീസർ സയ്യിദിനോട് കാര്യം വിശദമാക്കുമ്പോൾ, നിങ്ങൾ CIA-യിൽ നിന്നാണെങ്കിൽ വല്ല ചാരന്മാരെയും വെച്ച് കണ്ടുപിടിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്ന സയ്യിദ്, ഞാനൊരു ഇറാഖിയാണ്, പക്ഷെ തീവ്രവാദിയല്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒരു തീവ്രവാദി ആയതുകൊണ്ടല്ല സയ്യിദ് നിങ്ങളെ എവിടെ പിടിച്ചുകൊണ്ടുവന്നത്, ആ കൂട്ടത്തിലുള്ള ഒരാളെ നിങ്ങൾക്കറിയാം എന്ന് പറയുന്ന മെലീസ ഒരു ഫോട്ടോ എടുത്ത് സയ്യിദിനെ കാണിക്കുകയാണ്. എസാം തസീർ കെയ്റോ സർവകലാശാലയിൽ നിന്റെ റൂംമേറ്റ് ആയിരുന്നു എന്നവർ പറയുമ്പോൾ, ശരി അതിനിപ്പോൾ ഞാനെന്ത് വേണം എന്ന് ദേഷ്യപ്പെടുന്ന സയ്യിദിനോട് അയാൾക്ക് പലരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്ന് ആ ഓഫീസർ പറയുമ്പോഴും അതിനിപ്പോൾ ഞാനെന്ത് വേണം എന്ന് തനിക്ക് സഹായിക്കാൻ സാധിക്കില്ല എന്നതുപോലെ അവരോട് ചോദിക്കുകയാണ് സയ്യിദ്. അതോടെ അവൾ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന മെലിസ, സയ്യിദ് ഇറാഖ് വിട്ടിട്ട് 7 വർഷമായെന്നും 6 മാസം അവിടെ 3 മാസം ഇവിടെ എന്നൊരു മനുഷ്യൻ സഞ്ചരിച്ച് ജീവിക്കുന്നെങ്കിൽ അതിന് 2 കാരണങ്ങളെ ഉള്ളൂ എന്നും, ഒന്നുകിൽ അയാൾ എന്തിൽ നിന്നെങ്കിലും ഒളിച്ചോടുന്നു, അല്ലെങ്കിൽ എന്തിനെയോ തിരക്കുന്നു എന്ന് പറയുന്ന മെലീസ നൂർ അബദ് ജസീം എന്ന സയ്യിദിന് തന്റെ പ്രണയം തുറന്നു പറയാൻ സാധിക്കാഞ്ഞതും എന്നാൽ അവനോട് പ്രണയം പറഞ്ഞതുമായ നാദിയയുടെ ഫോട്ടോ എടുത്ത് ടേബിളിലേക്ക് ഇടുകയാണ്. ആ ഫോട്ടോ കയ്യിലെടുക്കുന്ന സയ്യിദ്, അവൾ എവിടെയാണെന്ന് നിനക്കറിയണോ? അപ്പോൾ നമ്മൾ സിഡ്നിയിലേക്ക് പോകുന്നു, നീ ഞങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുകയാണ് മെലീസ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ കാട്ടിൽ ജാക്കിനെ തിരക്കി പോകുന്ന കെയ്റ്റിന് മുൻപിൽ കാട്ടിൽ വഴിയറിയാതെ ചുറ്റി ജാക്ക് വരികയാണ്. ജാക്കിനോട് ഇവിടെ വഴിയറിയാതെ വട്ടം കറങ്ങുന്നത് എന്തിനാ, തിരികെ ഗുഹയിലേക്ക് വരാനും ഇത്രയധികം രക്തം നൽകിയിട്ട് നീ ഒന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല എന്ന് കേറ്റ് പറയുമ്പോൾ, ലോക്ക് അയാൾ എന്നോട് കള്ളം പറഞ്ഞു, ബൂൺ ഒരു മലഞ്ചെരുവിൽ നിന്നും വീണിട്ടില്ല, അയാൾ പറഞ്ഞത് വെച്ചാണ് ഞാൻ ബൂണിനെ ചികിത്സിച്ചത്, ലോക്കിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ വരൂ എന്ന് നിൽക്കുകയാണ്. എന്നാൽ ആളുകളെല്ലാം ജാക്കിനെ കാണാതെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പരിഭ്രാന്തിയിലാണെന്നും അതിനാൽ ജാക്ക് ഇപ്പോൾ തിരികെ അവർക്കിടയിലേക്ക് വരണമെന്നും കെയ്റ്റ് പറയുമ്പോൾ ജാക്ക് അങ്ങനെ ഒരു വിധത്തിൽ തിരികെ ഗുഹയിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. പിന്നീട് ബൂണിനെ സംസ്കരിക്കാനായി ഒരു സ്ട്രെച്ചറിൽ കിടത്തി എടുത്തുകൊണ്ട് വരികയാണ് ജാക്കും ഹേളിയും. ആ അജ്ഞാതമായ ദ്വീപിൽ ബൂണിനെ സംസ്കരിക്കാനായി കുഴി തോണ്ടി പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലുള്ള അവന്റെ മൃതദേഹം എല്ലാവർക്കും കാണാനായി അല്പനേരം വെച്ച ശേഷം ബൂണിന്റെ മുഖം മൂടുന്ന ജാക്ക് തിരിഞ്ഞ്, ഷനോൺ നിനക്ക് അവസാനമായി ബൂണിനോട് എന്തെങ്കിലും പറയണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഒന്നും പറയാൻ സാധിക്കാതെ നിൽക്കുകയാണ്. പക്ഷെ സയ്യിദ്, ബൂണിനെ എനിക്ക് അടുത്തറിയില്ല, എന്നാൽ നമ്മൾ ഇവിടെ എത്തി 6-ാം ദിവസം കടലിൽ മുങ്ങി മരിച്ച ജോവാന എന്ന സ്ത്രീയെ രക്ഷിക്കാൻ ആദ്യം കടലിലേക്ക് ചാടിയ ബൂണിന്റെ ധീരതയെ ഞാൻ സ്മരിക്കുന്നു എന്ന് പറയുകയാണ്. പെട്ടെന്ന് അതെന്റെ തെറ്റായിരുന്നു എന്നൊരു ശബ്ദം അവിടെ കേൾക്കുകയാണ്. എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ ലോക്ക്, അതെന്റെ തെറ്റായിരുന്നു, കാട്ടിൽ ഞങ്ങളൊരു ബീച്ച് ക്രാഫ്റ്റ് വിമാനം കണ്ടു, അവിടെ വെച്ച് എൻ്റെ കാലിന് സുഖമില്ലാതായതിനാൽ അതിലേക്ക് ബൂൺ കയറി, അവൻ അതിലൊരു റേഡിയോ കണ്ടു, പക്ഷെ അപ്പോഴേക്കും അവൻ്റെ ഭാരം താങ്ങാനാവാതെ മരക്കൊമ്പിൽ തങ്ങി നിന്ന ആ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. നമ്മളെ രക്ഷിക്കാൻ ശ്രമിച്ചാണ് അവന് ജീവൻ നഷ്ടമായത്, അവൻ ഹീറോ ആയിരുന്നു എന്ന് ലോക്ക് പറഞ്ഞു നിർത്തുമ്പോൾ അത് കേൾക്കുന്ന ജാക്ക് ദേഷ്യത്തോടെ, നീ എവിടെയായിരുന്നു, നീ അവനെ കൊന്നു, നീ എന്നോട് കള്ളം പറഞ്ഞു എന്ന് ലോക്കിന് അരികിലേക്ക് ഓടി അയാൾക്ക് മേലേക്ക് ചാടി വീണ് അയാളെ ആക്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തുന്ന സോയറും ചാർലിയും ജാക്കിനെ പിടിച്ചു മാറ്റുകയാണ്. എന്നാൽ അപ്പോഴും ദേഷ്യമടങ്ങാതെ വീണ്ടും ആക്രോശത്തോടെ ലോക്കിന് നേർക്ക് ചാടാൻ തുടങ്ങുന്ന ജാക്ക്. പക്ഷെ കഴിഞ്ഞ ഒരു ദിവസത്തെ ഉറക്കമില്ലായ്മയും ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടതിന്റെ ക്ഷീണത്തിലും അവിടെ കുഴഞ്ഞു വീണ് പോവുകയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങളും ലോക്കിനെ നോക്കി നിൽക്കുകയാണ് സയ്യിദ്. ശേഷം സയ്യിദിനും കെയ്റ്റിനും സണ്ണിനും ഒപ്പം നടന്നു വരുന്ന ജാക്ക് ലോക്ക് എന്തോ ഒളിക്കുന്നുണ്ടെന്നും ഒരു ഹാച്ച് അയാൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് ആരോടും പറയരുതെന്ന് ബൂണിനോട് അയാൾ പറഞ്ഞിരുന്നുവെന്നും ബൂൺ പറഞ്ഞതായി എല്ലാവരെയും അറിയിക്കുന്ന ജാക്ക്
ലോക്കിന് അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഈ ദ്വീപിന്റെ ഡോക്ടർ അല്പം വിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ജാക്കിനോട് വിശ്രമിക്കാൻ പറയുകയാണ് സയ്യിദ്. അവരെല്ലാം ജാക്കിനോട് അല്പനേരം ഉറങ്ങാനായി പ്രേരിപ്പിക്കുമ്പോൾ സയ്യിദ് വീണ്ടും അയാളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. എസ്സാമിനെ കാണാനായി സിഡ്നിയിൽ അയാൾ പോകാറുള്ള ഒരു മുസ്ലിം പള്ളിയിൽ എസ്സാം കാണുന്ന തരത്തിൽ നമസ്കരിക്കാനായി പോയിരിക്കുന്ന സയ്യിദ് നമസ്കാരത്തിനൊടുവിൽ അയാളെ എസ്സാം കാണുകയും ചെയ്യുകയാണ്. അവിടുന്ന് സയ്യിദ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് പുറകെ ഓടി വരുന്ന എസ്സാം സിഡ്നിയിൽ സയ്യിദ് എന്ത് ചെയ്യുന്നു എന്ന് തിരക്കുമ്പോൾ താൻ യാത്രകളിലാണെന്ന് പറയുന്ന സയ്യിദ് എസ്സാം ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ മരം വെട്ടി ജീവിക്കുകയാണെന്നും അറിയിക്കുകയാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ എസ്സാമിന്റെ ഭാര്യ സഹറയെ തിരക്കുകയാണ് സയ്യിദ്. അത് കേട്ട് ബോംബാക്രമണത്തിൽ സഹറ കൊല്ലപ്പെട്ടു എന്ന വിവരം വേദനയോടെ പറയുന്ന എസ്സാം സയ്യിദ് ഫ്രീ ആകുമ്പോൾ തന്റെ താമസ സ്ഥലത്തേക്ക് വരണം എന്ന് അയാളെ ക്ഷണിച്ചിട്ടും പോവുകയാണ്. അങ്ങനെ എസ്സാമും അയാളുടെ മറ്റു 2 സുഹൃത്തുക്കളായ ഹദ്ദാദ്, യൂസഫ് എന്നിവരും താമസിക്കുന്ന ഒരിടുങ്ങിയ ചെറിയ വീട്ടിലേക്ക് സയ്യിദ് വന്നിരിക്കുകയാണ്. അവിടെ സയ്യിദിനെ അവർ സൽക്കരിച്ച് സംസാരിക്കുന്നതിന് ഇടയിൽ അവർ 3 പേരും ഇവിടാണോ താമസം എന്ന സയ്യിദിന്റെ ചോദ്യത്തിന് സിഡ്നിയിൽ ചിലവ് കൂടുതലാണെന്നും അതിനാൽ ഇതാണ് സൗകര്യം എന്നും പറയുകയാണ് എസ്സാം. അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സയ്യിദിന് ആ റൂമിലെ സ്മോക്ക് ഡിറ്റക്ടറിൽ എന്തോ പന്തികേട് തോന്നുന്നത്. സയ്യിദ് ഹദ്ദാദിന്റെ സിഗരറ്റ് വാങ്ങി ആ സ്മോക്ക് ഡിറ്റക്ടറിന്റെ അടുത്ത് കാണിച്ചിട്ടും ഒരലാമം കേൾക്കുന്നതുമില്ല. അതോടെ അതഴിച്ച് അതിനുള്ളിൽ നിന്നും അവരുടെ സംഭാഷണങ്ങൾ ചോർത്താൻ ആരോ വെച്ച ഒരു മൈക്ക് കണ്ടെത്തി മറ്റുള്ളവരെ കാണിക്കുകയാണ് സയ്യിദ്. സയ്യിദ് റിപ്പബ്ലിക്കൻ ഗാർഡിലെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഓഫീസർ ആയിരുന്നു. പുള്ളിക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അറിയാമെന്ന് മറ്റുള്ളവരോട് പറയുകയാണ് എസ്സാം. അത് കേട്ട് തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൂടി കിട്ടിയ സന്തോഷത്തിൽ, അപ്പോൾ നിങ്ങൾ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയത് യാദൃച്ഛികമായിട്ടല്ല അല്ലേ? ചിലപ്പോൾ അത് വിധിയായിരിക്കും എന്ന് ഹദ്ദാദ് പറയുമ്പോൾ തന്റെ പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങിയെന്ന ഭാവത്തിൽ നിൽക്കുകയാണ് സയ്യിദ്. ആ സീൻ അവിടെ കട്ടാകുമ്പോൾ ബീച്ചിൽ ഒരു ടെന്റിൽ തന്റെ കുഞ്ഞുമായിരിക്കുന്ന ക്ലെയറിനോട് വിശ്രമിക്കാൻ പറയുകയാണ് സൺ. അവൾ ഉറങ്ങിക്കൊള്ളാനും അതുവരെ ടർണിപ്പ് ഹെഡിനെ താൻ നോക്കിക്കൊള്ളാമെന്നും ചാർലി പറയുമ്പോൾ തന്റെ കുട്ടിക്ക് ടർണിപ്പ് ഹെഡ് എന്ന് പേരോ എന്ന് ചോദിക്കുന്ന ക്ലെയറിനോട് അവൾ കുട്ടിക്ക് ഒരു പേരിടും വരെ താൻ വെറുതെ വിളിക്കാനിട്ട പേരാണെന്ന് പറയുന്ന ചാർലി ക്ലെയറിന്റെ കുഞ്ഞിനെ അവിടെ നിന്ന് ആരും തട്ടിയെടുക്കില്ലെന്നും അവൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവിടെ കുഞ്ഞുണ്ടാവുമെന്നും പറയുകയാണ്. ശരിക്കും തന്റെ കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമെന്ന ഭയത്തിലിരുന്ന ക്ലെയർ അങ്ങനെ ചാർലിയുടെ വാക്കും വിശ്വസിച്ച് അവന്റെ കയ്യിൽ തന്റെ കുഞ്ഞിനെ നൽകുകയാണ്. അതേസമയം കടൽ തീരത്ത് ബൂണിന്റെ പെട്ടെന്നുള്ള മരണത്തിൽ വിഷമിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന ഷനോണിന് അരികിൽ വരുന്ന ലോക്ക് ബൂണിന്റെ ഒരു ബാഗ് അവൾക്ക് മുൻപിലേക്ക് കൊണ്ടുവച്ച ശേഷം താൻ ആ ബാഗ് തുറന്നു നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് അയാൾ അവൾക്കരികിൽ ഇരിക്കുകയും ബൂൺ തന്നോടൊപ്പം വേട്ടയ്ക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ താൻ അവനെ വിലക്കേണ്ടത് ആയിരുന്നെന്നും തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നും നീ ഇപ്പോൾ എത്രമാത്രം ദേഷ്യത്തിലും ആശയക്കുഴപ്പത്തിലുമാണെന്ന് എനിക്കറിയാം. നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ക്ഷമ പറയാൻ മാത്രമേ എനിക്കിപ്പോൾ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ലോക്ക്. ശേഷം സയ്യിദിന് അരികിൽ വരുന്ന ഷനോൺ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്ന് കുറച്ചു മുന്നേ നീ എന്നോട് ചോദിച്ചില്ലേ എന്ന് ഷനോൺ പറയുമ്പോൾ നിനക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന സയ്യിദിനോട് ലോക്കാണ് ബൂണിനെ കൊന്നത്, അതിന് പകരമായി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ ആ സീൻ അവിടെ കട്ടാവുകയാണ്. ഈ സമയം ടെന്റിൽ ജാക്കിനൊപ്പം ഇരിക്കുകയാണ് കെയ്റ്റ്. എന്നാൽ ലോക്കിനെ പോയി കണ്ടിട്ടേ തനിക്ക് വിശ്രമമുള്ളൂ എന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന ജാക്ക് പക്ഷെ തളർച്ചയോടെ ഇരിക്കുകയാണ്. അയാൾക്ക് കുടിക്കാനുള്ള ജ്യൂസിൽ താൻ ഉറക്ക ഗുളിക പൊടിച്ചു ചേർത്തിരുന്നു എന്ന് പറയുന്ന കെയ്റ്റ് ജാക്കിനോട് അയാൾക്ക് വിശ്രമം ആവശ്യമാണെന്ന് പറയുമ്പോഴും നന്നായി എന്ന് പറഞ്ഞ് ജാക്ക് ഉറക്കത്തിലേക്ക് പോവുകയാണ്. മറുവശത്ത് ഗുഹയിൽ ബൂണിന്റെ രക്തത്തിൽ കുതിർന്ന തന്റെ ടീഷർട്ട് ഊരി കഴുകി നിൽക്കുകയാണ് ലോക്ക്. അത് കണ്ട് അതിലെ വരുന്ന വാൾട്ട് അയാളോട് സംസാരിക്കാതെ ഭയത്തോടെ നോക്കി അവിടുന്ന് നടക്കുമ്പോൾ അത് മനസ്സിലാക്കി വല്ലാതായി നിൽക്കുകയാണ് ലോക്ക്. അപ്പോഴേക്കും അതെന്താ തന്റെ ഇടുപ്പിലൊരടയാളം എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് സയ്യിദ്. അത് ഒരു യുദ്ധമുറിവാണ് എന്ന് ലോക്ക് പറയുമ്പോൾ ഒരു സർജറി ചെയ്ത പാടിനെയൊക്കെ യുദ്ധമുറിവ് എന്ന് വിശേഷിപ്പിക്കണോ എന്ന് ചോദിക്കുന്ന സയ്യിദ് ലോക്ക് കണ്ടെത്തിയ ബീച്ച് ക്രാഫ്റ്റ് വിമാനത്തിൽ നിന്ന് ബൂണിന് റേഡിയോ സിഗ്നൽ ലഭിച്ചിരുന്നോ എന്ന് തിരക്കുകയാണ്. ലഭിച്ചിരുന്നു എന്ന് തോന്നുന്നു. അതിന്റെ സ്റ്റാറ്റിക് സൗണ്ട് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഞാൻ താഴെ ആയതിനാൽ എനിക്ക് വ്യക്തമായില്ല. അപ്പോഴേക്കും വിമാനം തകരുകയും ചെയ്തു. ആ റേഡിയോയും തകർന്നിരിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ലോക്കിനോട് ചെങ്ങാടത്തിൽ വെക്കാനായി താൻ ഒരു ട്രാൻസ്മിറ്റർ റെഡിയാക്കുന്നുണ്ടെന്നും ആ വിമാനത്തിൽ നിന്നുള്ള റേഡിയോയിലെ ചില ഭാഗങ്ങൾ ചിലപ്പോൾ തനിക്ക് ഉപകാരപ്പെടുമെന്നും അവിടേക്ക് തന്നെ കൊണ്ടുപോകാമോ എന്നും ചോദിക്കുകയാണ് സയ്യിദ്. ലോക്ക് അതിന് സമ്മതിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നീട് കാട്ടിലേക്ക് നടക്കുന്ന സയ്യിദും ലോക്കും അവർ പോകുന്ന വഴിയിൽ വിമാനം എങ്ങനെ ലോക്ക് കണ്ടെത്തി എന്നതിനെ പറ്റി ചോദിക്കുന്ന സയ്യിദ് 2 ആഴ്ച മുൻപ് കാട്ടുപന്നികൾ കുറഞ്ഞപ്പോൾ നിങ്ങൾ നടക്കാനിറങ്ങിയ സമയത്ത് കണ്ടു എന്നാണോ പറയാൻ വരുന്നത് എന്ന് ലോക്കിനെ ആക്കിയും ചോദിക്കുകയാണ്. ഇറാഖിൽ ചോദ്യം ചെയ്യലായിരുന്നോ സയ്യിദിന്റെ ജോലി എന്ന് ലോക്ക് ചോദിക്കുമ്പോൾ അതെ, വളരെ കാലം മുമ്പ് അതായിരുന്നു ജോലി എന്ന് സയ്യിദ് പറയുകയാണ്. കഴിഞ്ഞ 1 മാസമായി ജാക്ക് തന്നെ ഒരു നുണയനായി അവിടെയുള്ള കൊച്ചു കുട്ടികളോട് പോലും പറഞ്ഞു നടക്കുന്ന കാര്യം താൻ അറിഞ്ഞു എന്ന് പറയുന്ന ലോക്ക്
അങ്ങനെ ഒരു ബീച്ച് ക്രാഫ്റ്റ് വിമാനം ഇവിടെ ഇല്ല എന്ന് സയ്യിദ് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലോക്കിന്റെ കണ്ണുകളിൽ നോക്കി നിൽക്കുന്ന സയ്യിദ് ലോക്ക് എപ്പോഴൊക്കെ കള്ളത്തരം പറയുന്നു എന്ന് തനിക്ക് അറിയാൻ സാധിക്കുമെന്നും വിമാനം അവിടെ ഉണ്ടെന്നും സയ്യിദ് തറപ്പിച്ച് പറയുമ്പോൾ 3-4 ചുവടുകൾ മുന്നോട്ടേക്ക് നടക്കുന്ന ലോക്ക് നിന്റെ കഴിവുകൾ നഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് കാണാം എന്ന് മുൻപിലുള്ള വിമാനം സയ്യിദിന് കാട്ടിക്കൊടുക്കുകയാണ്. അത് നോക്കി നിൽക്കുന്ന സയ്യിദ് വീണ്ടും അയാളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. സിഡ്നിയിലെ ഒരു ഗ്രൗണ്ടിൽ എസ്സാമുമായി ഫുട്ബോൾ തട്ടി കളിച്ചു നിൽക്കുന്ന സയ്യിദ് അതിനിടയിൽ എസ്സാമിന് പ്രായമായി പഴയ ഊർജമൊന്നുമില്ല എന്ന് കളിയാക്കുമ്പോൾ ഹദ്ദാദും തന്നോട് എപ്പോഴും പ്രാക്ടീസ് ചെയ്തിരിക്കാൻ പറയാറുണ്ടെന്ന് പറയുന്ന എസ്സാം അത് കേൾക്കുന്ന സയ്യിദ് ഈ ഹദ്ദാദ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അയാൾ എപ്പോഴും സ്ഫോടക വസ്തുക്കളെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ഒന്നും അറിയാത്തതുപോലെ എസ്സാമിനോട് പറയുമ്പോൾ തനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നും പക്ഷെ ഉടനെ ഒരു സ്ഫോടനം നടക്കും, അതിലൊരു രക്തസാക്ഷി ഉണ്ടാവുമെന്നും ഒരു നിസ്സഹായ ഭാവത്തിൽ പറയുകയാണ് എസ്സാം. അവനാണോ ആ ചാവേറ് എന്ന് സയ്യിദ് ചോദിക്കുമ്പോൾ വിഷമത്തോടെ അതെ എന്നും രാവിലെയാണ് താൻ ഇത് അറിഞ്ഞതെന്നും തല ഉനിക്കുന്ന എസ്സാം. പക്ഷെ അയാൾക്ക് അതിന് താല്പര്യമില്ലെന്നും അയാൾക്ക് അതിന് സാധിക്കില്ല എന്നും പറയുകയാണ്. ശേഷം എസ്സാമിന് ഈ ദൗത്യം ചെയ്യാൻ താല്പര്യമില്ലെന്നും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തനിക്ക് സാധിക്കുമെന്നും മെലിസയെ കണ്ട് അറിയിക്കുകയാണ് സയ്യിദ്. എന്നാൽ അവർക്ക് ആവശ്യമുള്ള C4 സയ്യിദിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി തീവ്രവാദ സംഘടനകൾക്ക് തലപ്പത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നും ഏറ്റവും അവസാന നിമിഷത്തിൽ മാത്രമായിരിക്കും അവർ സ്ഫോടക വസ്തുക്കൾ കൈമാറുന്നതെന്നും എസ്സാം ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ മാത്രമേ സ്ഫോടക വസ്തുക്കൾ അവർക്ക് തിരികെ ലഭിക്കൂ എന്നും പറയുകയാണ് മെലിസ. അതോടെ തനിക്ക് അതിന് സാധിക്കില്ല എന്ന് അവരോട് തീർത്തു പറഞ്ഞു പോകാൻ തുടങ്ങുന്ന സയ്യിദിനെ ഭീഷണിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോട് നിങ്ങൾ എന്ത് ചെയ്യാൻ, കൂടിപ്പോയാൽ എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് ധൈര്യത്തോടെ പ്രതികരിക്കുന്ന സയ്യിദിനോട് അതിന് സയ്യിദിനെ അല്ല വിദേശത്ത് ഒളിച്ചു താമസിക്കുന്ന അയാളുടെ കാമുകി അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് മെലീസ പറയുന്നത് കേട്ട് നിസ്സഹായനായി നിൽക്കുകയാണ് സയ്യിദ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ മറുവശത്ത് ബീച്ചിൽ ക്ലെയറിന്റെ കുഞ്ഞിനെയും എടുത്ത് താരാട്ടും പാടി നടക്കുകയാണ് ചാർലി. പക്ഷെ ആ കൊച്ച് കരച്ചിൽ നിർത്തുന്ന ഒരു ലക്ഷണവുമില്ല. കൊച്ചിന്റെ കരച്ചിലും കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന ഹേർലി ഒന്നുകിൽ കൊച്ചിന് വിശക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത് അപ്പിയിട്ട് കാണും എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ വയറ് നിറഞ്ഞിരിക്കുവാണെന്നും അത് അപ്പിയിട്ടിട്ടുമില്ലെന്ന് ഉറപ്പിക്കുകയാണ് ചാർലി. അതോടെ ആ കൊച്ചിന്റെ കരച്ചിൽ മാറ്റാൻ തൊണ്ട പൊട്ടി പാട്ടും പാടി പറ്റുന്നതുപോലെ ഡാൻസും കളിച്ച് നിൽക്കുന്ന ഹേർലി ക്ഷീണിച്ച് നിൽക്കുമ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ കൊച്ചി കരച്ചിലോട് കരച്ചിൽ തന്നെ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഈ സമയം കാട്ടിൽ ആ വിമാനത്തിലെ മയക്കുമരുന്ന് പരിശോധിച്ചിട്ട് എഴുന്നേൽക്കുന്ന സയ്യിദിനോട് ഈ വിമാനം മരങ്ങൾക്ക് മുകളിൽ തങ്ങി നിൽക്കുകയായിരുന്നു എന്നും തനിക്ക് കാലിന് കോച്ചിപ്പിടുത്തമുണ്ടായത് കാരണം ബൂൺ ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറിയെന്നും പറയുകയാണ് ലോക്ക്. പക്ഷെ ഇന്നലെ താൻ പറഞ്ഞത് തനിക്ക് കാലിന് പരുക്ക് പറ്റിയിട്ടാണ് കയറാഞ്ഞത് എന്നാണല്ലോ, താൻ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് എന്ന് പറഞ്ഞ് റേഡിയോ ഭാഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എടുക്കാൻ അതിനുള്ളിലേക്ക് കയറുകയാണ് സയ്യിദ്. അത് മനസ്സിലാക്കി സയ്യിദ് നീ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് ലോക്ക്. ആ വിമാനത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സയ്യിദ് താൻ തന്റെ പോക്കറ്റിൽ ആരും അറിയാതെ ഒരു തോക്ക് കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് തന്നെ വിശ്വാസമില്ലാത്തത് എന്ന് പറയുമ്പോൾ തനിക്ക് അത് അല്പം അകലെ ഒരു പുരോഹിതന്റെ വസ്ത്രം ധരിച്ച ഒരു കള്ളക്കടത്തുകാരന്റെ ഡെഡ് ബോഡിക്ക് അരികിൽ നിന്ന് കിട്ടിയത് ആണെന്നും അയാളുടെ പോക്കറ്റിൽ നൈജീരിയൻ നൈറ ഉണ്ടായിരുന്നെന്നും പറയുന്ന ലോക്ക് ആ തോക്കെടുത്ത് സയ്യിദിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഇപ്പോൾ തന്നെ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇത് കണ്ടുപിടിച്ചപ്പോൾ മാത്രമല്ലേ താൻ ഇതെടുത്ത് എനിക്ക് നൽകിയത്, അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ വിശ്വസിക്കും എന്ന് സയ്യിദ് പറയുമ്പോൾ ഓക്കെ എങ്കിൽ നിനക്കറിയാത്തൊരു സീക്രട്ട് ഞാൻ പറയാം എന്ന് പറയുന്ന ലോക്ക് അവരുടെ വിമാനം അപകടത്തിൽപ്പെട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഗുഹയിടിഞ്ഞു വീണ് ജാക്ക് അപകടത്തിൽപ്പെട്ടപ്പോൾ കെയ്റ്റും സോയറും സയ്യിദും ആന്റിന ഓണാക്കിയതും അന്ന് കാട്ടിൽ വെച്ച് സയ്യിദിനെ ആരോ തലക്കടിച്ച് ബോധം കെടുത്തിയതും സയ്യിദിന് ബോധം തെളിഞ്ഞപ്പോൾ ട്രാൻസീവർ നശിപ്പിക്കപ്പെട്ട് കിടന്നതും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന ലോക്ക് അതെല്ലാം ചെയ്തത് താൻ തന്നെയാണ് എന്ന് സമ്മതിക്കുകയാണ്. അത് കേട്ടതും ദേഷ്യം കൊണ്ട് അയാളെ കുത്തിപ്പിടിച്ച് കഴുത്തിലേക്ക് ഗണ്ണ് വെച്ച് ഈ ഒരു സത്യം പറയാതിരിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് നല്ലത് എന്ന് ലോക്കിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ സയ്യിദ് നിൽക്കുമ്പോൾ ആ സന്ദേശത്തിൽ അവരെയെല്ലാം എന്തോ ഒന്ന് കൊന്നു എന്നല്ലേ പറഞ്ഞതെന്നും സയ്യിദ് എല്ലാവരെയും അപകടം പിടിച്ച ആ സ്ഥലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകാൻ ഇരുന്നതെന്നും അന്ന് താൻ ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ആരും അത് കേൾക്കില്ലായിരുന്നെന്നും അവർ ആരും അവിടെ നടക്കുന്ന ഒന്നും കാണുന്നില്ലെന്നും ചങ്ങാടത്തിന് എന്ത് സംഭവിച്ചു എന്ന് പോലും ആരും അറിഞ്ഞില്ല എന്ന് ലോക്ക് പറയുമ്പോൾ അപ്പോൾ ചങ്ങാടം കത്തിച്ചതും താനാണോ എന്ന് ദേഷ്യപ്പെടുന്ന സയ്യിദിനോട് അല്ല അത് ഞാനല്ല എന്ന് പറയുകയാണ് ലോക്ക്.
എന്താണ് ഹാച്ച് എന്ന് സയ്യിദ് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന ലോക്ക് പക്ഷെ പെട്ടെന്ന് തനിക്ക് അറിയില്ല എന്നും ശേഷം ഒരു വിമാനത്തിൽ 2 ഹാച്ച് ഉണ്ടെന്നും ഒന്ന് ഫ്രണ്ടിലൂടെ പോകാനും മറ്റൊന്ന് പിറകിലേക്ക് പോകാനും എന്ന് കള്ളം പറഞ്ഞു നിൽക്കുമ്പോൾ അത് കേട്ട് ഗൺ താഴ്ത്തുന്ന സയ്യിദ് വീണ്ടും അയാളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. എസ്സാമിനോട് ചാവേറാവാൻ പ്രേരണ നൽകി സംസാരിച്ച് നടക്കുന്ന സയ്യിദ് എന്നാൽ തനിക്ക് മരിക്കാൻ ഭയമില്ലെന്നും പക്ഷെ ഇപ്പോൾ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നതിനോട് തനിക്ക് യോജിക്കാനാവുന്നില്ല എന്നും പറയുന്ന എസ്സാമിനോട് സത്യമാണ്, എന്നാലും ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി കുറച്ച് നിരപരാധികളൊക്കെ വേട്ടയാടപ്പെടും എന്ന് നിസ്സാരമായി പറയുന്ന സയ്യിദ് എന്നാൽ അത് കേട്ടിട്ടും പാതി മനസ്സോടെ നിൽക്കുന്ന എസ്സാമിനോട് നിന്റെ മരിച്ചുപോയ ഭാര്യ സഹറയ്ക്ക് വേണ്ടി നീ ഇത് ചെയ്യണം, നീ പ്രതികാരം ചെയ്യണം എന്ന് ഓരോന്ന് പറഞ്ഞ് എസ്സാമിനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. അങ്ങനെ സയ്യിദിന്റെ വാക്കുകളിൽ വീണ എസ്സാം ഹദ്ദാദ് പറഞ്ഞതുപോലെ വിധിയാണ് സയ്യിദിനെയും തന്നെയും ഒരുമിപ്പിച്ചത് എന്ന് സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അതുപോലെ ഈ ദൗത്യത്തിന് തന്നോടൊപ്പം സയ്യിദും ഉണ്ടാവുമോ എന്ന് എസ്സാം ചോദിക്കുമ്പോൾ ഉണ്ടാവും എന്ന് എസ്സാമിന് വാക്ക് നൽകുകയാണ് സയ്യിദ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാകുമ്പോൾ ബൂണിന്റെ ബാഗ് തുറക്കുന്ന ഷനോൺ അതിനുള്ളിൽ ഇരിക്കുന്ന പേഴ്സിൽ നിന്നും അവളും ബൂണും ഒരുമിച്ചുള്ള ഫോട്ടോ നോക്കി വിങ്ങുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സയ്യിദ് മടങ്ങി വരുന്നത്. താൻ ലോക്കിനോട് കാര്യങ്ങൾ ചോദിച്ചെന്നും തകർന്ന വിമാനം ലോക്ക് തനിക്ക് കാട്ടി തന്നു എന്നും ലോക്ക് ബൂണിനെ ഉപദ്രവിച്ചതായി തനിക്ക് തോന്നുന്നില്ലെന്നും സയ്യിദ് പറയുമ്പോൾ അപ്പോൾ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ, ഞാൻ ചോദിച്ചത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ഷനോൺ. അതേസമയം ചെങ്ങാടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മൈക്കിളിന് അരികിൽ വന്നിരിക്കുന്ന വാൾട്ട് അതിന് എത്ര ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ടെന്നും അത് മുങ്ങിപ്പോകുമോ എന്നും അവരെ സ്രാവ് ആക്രമിക്കുമോ എന്നും അവരൊക്കെ മരിച്ചു പോകുമോ എന്നും അവന്റെ ഓരോ സംശയങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ മരിക്കില്ല എന്ന് അവനോട് മൈക്കിൾ പറയുമ്പോൾ ബൂൺ മരിച്ചത് അവൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ക്ലെയറിന്റെ കുഞ്ഞിനെയും കൊണ്ട് ചാർലി വരുന്നത്. മൈക്കിളിന് കുട്ടികളെ കുറിച്ച് അറിയാമോ എന്നും ആ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ എന്താണ് വേണ്ടതെന്നും ചോദിക്കുകയാണ് ചാർലി. അതുവഴി വരുന്ന സോയർ ഈ കൊച്ചിന്റെ കരച്ചിൽ കൊണ്ട് മനുഷ്യന്റെ ചെവിക്കല്ല് പൊട്ടി പോകുവാണല്ലോ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ സോയറിന്റെ ശബ്ദം കേട്ട ആ കുഞ്ഞ് കരച്ചിൽ നിർത്തിയത് കണ്ട് സോയറിന് അരികിൽ ചെന്ന് ഇനിയും എന്തെങ്കിലും പറയാൻ അവനോട് ആവശ്യപ്പെടുകയാണ് ചാർലി. ഓ, ഈ കൊച്ച് പുറത്തുള്ളതിനേക്കാൾ അകത്തുള്ളതായിരുന്നു നല്ലത് എന്ന് സോയർ വീണ്ടും പറയുമ്പോൾ അത് കേട്ട് വീണ്ടും കരച്ചിൽ നിർത്തുകയാണ് ആ കുഞ്ഞ്. അതോടെ ഇനി എന്തെങ്കിലും പറ എന്ന് സോയറിന് പുറകെ നടക്കുകയാണ് ചാർലി. മറുവശത്ത് ഉറക്ക ഗുളികയുടെ എഫക്റ്റൊക്കെ കഴിഞ്ഞ് ഉറക്കമുണരുന്ന ജാക്കിന് കേറ്റ് സൂപ്പൊക്കെ തയ്യാറാക്കി നൽകുമ്പോഴാണ് ഇതിനി ക്ലോറോഫോം വല്ലതും ആണോ എന്ന് ചോദിച്ച് പുള്ളി തന്റെ കഴുത്തിൽ തൊടുന്നത്. പെട്ടെന്ന് താൻ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന ഗൺസ് ഇരിക്കുന്ന സ്യൂട്ട് കേസിന്റെ കീ ആരോ അടിച്ചു മാറ്റി എന്ന് പുള്ളിക്ക് മനസ്സിലാവുകയാണ്. അതെവിടെ പോയിട്ടുണ്ടാവും, അവിടെ ആരെങ്കിലും വന്നോ എന്ന് അയാൾക്ക് സൂപ്പുമായി ഇരിക്കുന്ന കെയ്റ്റിനോട് ചോദിക്കുകയാണ്. പക്ഷെ കെയ്റ്റ് ആരെയും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ജോൺ ലോക്ക് ആയിരിക്കും അടിച്ചു മാറ്റിയത് എന്ന് പറഞ്ഞ് ലോക്കിനെ അന്വേഷിച്ച് പോവുകയാണ് ജാക്ക്. ലോക്ക് അവിടെ വന്നത് താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജാക്കിന് ഒപ്പം പോവുകയാണ് കെയ്റ്റ്. അവരിൽ നിന്ന് കാര്യം മനസ്സിലാക്കുന്ന സയ്യിദ് ലോക്ക് തനിക്കൊപ്പമായിരുന്നെന്നും അത് അയാളല്ലെന്നും ജാക്കിനോട് പറയുകയാണ്. അതേസമയം മഴയത്ത് കാടിനുള്ളിൽ ജാക്ക് ഒളിപ്പിച്ചു വെച്ച സ്യൂട്ട് കേസിൽ നിന്ന് ഗണ്ണുമെടുത്ത് പോവുകയാണ് ഷനോൺ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമുക്ക് സയ്യിദിന്റെ ഫ്ലാഷ് ബാക്ക് കാണാം. ഒരു വാനിൽ വന്ന് ഹദ്ദാദ് സയ്യിദിനെയും കൂട്ടി ഒരു കാർപോർട്സിലേക്ക് പോയി അവിടെ കിടന്ന സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ട്രക്ക് സയ്യിദിനും എസ്സാമിനും കാണിച്ചു കൊടുത്ത് അവർക്കിടാൻ യൂണിഫോമും നൽകി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉപയോഗിച്ചോളാൻ പറഞ്ഞ് ഒരു ഗണ്ണും എസ്സാമിനെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ വീരന്മാരാണ് എന്ന് മരിക്കാൻ പോകുന്ന അവർക്ക് പ്രോത്സാഹനവും നൽകി അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ ആ വണ്ടിയിൽ കയറിയിരുന്ന് അത് സ്റ്റാർട്ട് ആക്കുന്നതിന് മുൻപ് താൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നാലോചിക്കാൻ മിനക്കെടാതെ മരണത്തിലേക്കാണ് താൻ പോകുന്നതെന്ന് അവസാനമായി ഒന്ന് പ്രാർത്ഥിച്ച ശേഷം വണ്ടി എടുക്കാൻ തുടങ്ങുകയാണ് എസ്സാം. അത് കണ്ട് അവനോട് വണ്ടി നിർത്താൻ പറയുകയാണ് സയ്യിദ്. താൻ CIA-യുടെ ആളാണെന്നും അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും എസ്സാമിനോട് പറയുന്ന സയ്യിദ് താൻ അവരെ വിളിച്ചു വരുത്താൻ പോകുന്നതിന് മുൻപ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എസ്സാമിനോട് പറയുമ്പോൾ തന്നെ സയ്യിദ് ചതിക്കുകയായിരുന്നു അല്ലേ എന്നും അയാളല്ലേ തന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതെന്നും ദേഷ്യത്തോടെ എസ്സാം ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നിൽ നിന്ന് എവിടേക്കോ അകന്നുപോയ നാദിയ എവിടെയുണ്ടെന്ന് CIA-ക്ക് അറിയാമെന്നും അതിനാലാണ് താനിങ്ങനെ ചെയ്തതെന്നും തുറന്നു പറയുകയാണ് സയ്യിദ്. അത് കേട്ട് സയ്യിദിന് നേർക്ക് ഗണ്ണെടുത്ത് ചൂണ്ടി ദേഷ്യത്തിലും വിഷമത്തിലും കരയുന്ന എസ്സാം ഒരു പെണ്ണിനെ കണ്ടെത്താൻ വേണ്ടി സയ്യിദ് തന്റെ ഭാര്യയുടെ മരണവും പറഞ്ഞ് തന്നിൽ പക വളർത്തി ഇവിടെ വരെ എത്തിച്ചെന്നും അവനെ താൻ ഒരു സഹോദരനായും സുഹൃത്തായും കണ്ടതാണെന്നും അവളെ ഒരിക്കൽ കൂടി കണ്ട് നിന്റെ ജീവിതം സംതൃപ്തമാകട്ടെ എന്ന് സയ്യിദിനെ ആശംസിച്ചുകൊണ്ട് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയാണ് എസ്സാം. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാകുമ്പോൾ മറുവശത്ത് ഷനോൺ ആവും തോക്കെടുത്ത് പോയിട്ടുണ്ടാവുക എന്ന് ഊഹിക്കുന്ന സയ്യിദ് ലോക്കിനരികിലേക്ക് കാട്ടിലൂടെ മഴയത്ത് കെയ്റ്റിനെയും ജാക്കിനെയും കൂട്ടി ഓടുകയാണ്. പോകുന്ന വഴിയിൽ ജാക്ക് തളർന്നു വീഴുമ്പോൾ അയാളെ താങ്ങി എഴുന്നേൽപ്പിക്കുകയാണ് കെയ്റ്റ്. ലോക്കിനരികിലേക്ക് സയ്യിദ് ഓടിയെത്തുമ്പോഴേക്കും ലോക്കിനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ് ഷനോൺ. അവളോട്
ഷനോൺ, നീ ഇത് ചെയ്താൽ നിനക്കിതൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് ലോക്കിനെ ഒന്നും ചെയ്യരുത് എന്ന് സയ്യിദ് വിളിച്ചു പറയുമെങ്കിലും പക്ഷേ അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറേ അല്ലായിരുന്നു. ഇയാളാണ് ഇത് ചെയ്തത്, എനിക്കറിയാം എന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് അവൾ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന ജാക്കിനെ കണ്ട്, ജാക്ക്, നീയും പറഞ്ഞിട്ടില്ലേ ലോക്ക് നുണയനാണെന്ന് എന്ന് ഷനോൺ പറയുമ്പോൾ അത് കേട്ട് ജാക്കിനെ ദേഷ്യത്തോടെ സൂക്ഷിച്ചു നോക്കുകയാണ് ലോക്ക്. ഷനോൺ ലോക്കിനെ ഷൂട്ട് ചെയ്യുന്നതും അവൾക്ക് മേൽ ചാടി വീണ് അത് തടയുകയാണ് സയ്യിദ്. അതോടെ ബുള്ളറ്റ് മറ്റെങ്ങോട്ടേക്കോ പോയി ലോക്ക് മറിഞ്ഞും വീഴുകയാണ്. തന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്ത സയ്യിദിനോട് ദേഷ്യത്തിൽ എവിടെയെങ്കിലും പോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ് ഷനോൺ. അവൾക്ക് പുറകെ പോവുകയാണ് കെയ്റ്റ്. അവരെ നോക്കി നിൽക്കുകയാണ് സയ്യിദ്. ബുള്ളറ്റ് നെറ്റിയിലൂടെ ഉരസി തന്റെ നെറ്റി മുറിഞ്ഞ് ചോര വാർന്നു വരുന്നത് തൊട്ടു നോക്കിയിരിക്കുന്ന ലോക്കിനെ പുച്ഛത്തിലും ദേഷ്യത്തിലും നോക്കി നിന്നിട്ട് തിരിഞ്ഞു നടക്കുകയാണ് ജാക്ക്. അവിടെ തന്നെ ഇരിക്കുകയാണ് ലോക്ക്. ആ സീൻ അവിടെ കട്ടാകുമ്പോൾ അതേസമയം ക്ലെയറിന്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് സോയറിന്റെ ടെന്റിൽ പുള്ളിയുടെ ശബ്ദം കേൾപ്പിക്കാനായി കയ്യിൽ കിട്ടിയ കാറിന്റെ മാഗസിനും സോയറിനെ വായിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് ചാർലി. സോയർ വായന നിർത്തിയാൽ കൊച്ചി കരയുമെന്ന് ആകെ പെട്ട അവസ്ഥയിൽ സോയർ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ക്ലെയർ വരുന്നത്. രക്ഷപ്പെട്ട് എന്ന് സോയർ കരുതുമെങ്കിലും ഒടുവിൽ അവരെ എല്ലാവരെയും ഇരുത്തി സോയറിന്റെ വായന അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് രാത്രി ദൂരെ മാറി മൗനമായിരിക്കുന്ന ഷനോണിനെ നോക്കിയിരിക്കുന്ന സയ്യിദിന് അരികിൽ വന്നിരിക്കുന്ന കെയ്. ഷനോണിന് അല്പസമയം ആവശ്യമാണെന്ന് പറയുമ്പോൾ സമയം ഒരു മാറ്റവും വരുത്തില്ല എന്നവളോട് പറയുന്ന സയ്യിദ് അയാളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. CIA-യുമായുള്ള ഉടമ്പടി അവസാനിച്ച സയ്യിദിന് അവർ നാദിയ ലോസ് ഏഞ്ചലസിന് അടുത്ത് കാലിഫോർണിയയിലെ ഇർവിൻ എന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ ടെസ്റ്റിംഗ് കമ്പനിയിൽ ലാബ് ടെക്നീഷ്യനായി വർക്ക് ചെയ്യുന്നു എന്ന് വിവരം നൽകുകയാണ്. ഒപ്പം വിമാന ടിക്കറ്റും യാത്രാ ചിലവും അവരുടെ വകയാണെന്നും 2 മണിക്കൂറിൽ പുറപ്പെടുന്ന ഓഷ്യാനിക് ഫ്ലൈറ്റിലാണ് സയ്യിദിന് പോകാൻ ഏർപ്പാടാക്കിയിട്ടുള്ളതെന്നും പറയുകയാണ്. അപ്പോഴാണ് എസ്സാമിന്റെ ഡെഡ് ബോഡി നീക്കം ചെയ്യുന്നത് സയ്യിദ് കാണുന്നത്. അത് കണ്ട് അവന്റെ ശവശരീരത്തിന് എന്ത് സംഭവിക്കും എന്ന് അവരോട് അയാൾ ചോദിക്കുമ്പോൾ എസ്സാം തീവ്രവാദി ആയതിനാൽ അവന് കൃത്യമായ ശവസംസ്കാരം ലഭിക്കില്ല എന്നവർ പറയുകയാണ്. അവനെ ഒരു മുസ്ലിമിന്റെ പോലെ വേണം അടക്കം ചെയ്യാൻ എന്ന് ആവശ്യപ്പെടുകയാണ് സയ്യിദ്. പക്ഷെ അയാളുടെ ഡെഡ് ബോഡി ഏറ്റെടുക്കാൻ പോലും ആരും എത്തിയിട്ടില്ല എന്ന് CIA ഓഫീസർ അറിയിക്കുമ്പോൾ എന്നാൽ ഞാൻ അവനെ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന സയ്യിദ് അയാളുടെ ആ യാത്ര പിറ്റേ ദിവസത്തേക്ക് മാറ്റുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുകയാണ്. കാടിനുള്ളിൽ നെറ്റിയിലെ മുറിവിൽ എന്തോ മരുന്ന് തേച്ച് ഒറ്റയ്ക്കിരിക്കുന്ന ലോക്കിന് അരികിൽ വരികയാണ് സയ്യിദ്. തന്റെ ജീവൻ രക്ഷിച്ചതിന് അയാളോട് നന്ദി പറയുകയാണ് ലോക്ക്. എന്നാൽ ഞാനിത് ചെയ്തത് ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ താനാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷേ ഇനി തന്നെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്ന സയ്യിദ് ഹാച്ച് തനിക്ക് കാട്ടിത്തരാനും ഇനിയും നുണ പറയരുതെന്നും ലോക്കിനോട് തറപ്പിച്ച് പറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ സയ്യിദിന് ലോക്ക് ഹാച്ച് കാട്ടിക്കൊടുക്കുമോ? ലോക്ക് ശരിക്കും അവരെ ഈ ദ്വീപിൽ നിന്ന് രക്ഷിക്കാനാണോ ശ്രമിക്കുന്നത്? കാത്തിരിക്കുക, കഥ തുടരും. ബൈ.